അങ്ങനെ കാത്തിരുന്ന നമ്മുടെ ഗ്രാജുവേഷൻ സെറമണി നല്ല അടിപൊളിയായിട്ടങ്ങ് അവസാനിച്ചു. അന്ന് രാത്രി തന്നെ എൻ്റെ പെട്ടിയും കിടക്കുകയും പെറുക്കിയെടുത്ത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വണ്ടി കയറി. ഒന്നുറങ്ങി എണീറ്റപ്പോഴത്തേക്കിനും നമ്മുടെ കേരളം എത്തി ഗൈസ്. ആ വെയിലുണ്ടോ, എന്താ ആലോചിക്കുന്നതെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. പക്ഷേ ആലോചിക്കുന്നതിനിടയിൽ വിശപ്പിൻ്റെ വിളി വന്നു. അപ്പം ഞാൻ അവനെ സ്മരിച്ചു. ആരെന്നല്ലേ, നമ്മുടെ സ്വന്തം ദാഗ് ഫാൻറ്റസി. പക്ഷെ കാര്യമില്ല, അത് ദിവൻ്റെ വയറ്റിലേക്കാണ് പോയത്. തെളിച്ചില്ലാത്ത കണ്ണാടിയിൽ കുറച്ച് നേരം പ്രവേശനം നടത്തിപ്പിക്കും. നമ്മുടെ കായംകുളം ജംഗ്ഷൻ എത്തി ഗൈസ്, എത്തി. അപ്പോൾ നമ്മരെ കണ്ടോ, ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ പട്ടി മൈൻഡ്. അവിടെ തന്നെ കൂട്ടാൻ അമ്പിളി വന്നു. അമ്പിളി മനവും കൂടി മുന്നിലിരുന്ന് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീടെത്തി ഗൈസ്. ഈ ഒരു മുതലിനെ കാണാൻ 9 മാസത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ആ ചിരി ഉണ്ടോ. പിന്നെ വീട്ടിലുണ്ടായ പേരെയും വീട്ടിലുണ്ടായ കുറേ വിശേഷങ്ങളും പറഞ്ഞ് ഞങ്ങൾ അങ്ങ് കൂടി.